വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞാൻ 2 മാസം മുന്നേ തന്നെ പോത്തിന് മേയാൻ വിട്ടിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇത് കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന കോൾപ്പാടാണ്. അവരതൊക്കെ തിന്ന് ഒരുവിധം കഴിഞ്ഞു പുല്ലൊക്കെ. ആ പാടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 2 മാസം മുന്നാണ്. ഇപ്പോൾ ആ പാടുള്ളത് ഇങ്ങനെയാണ്. എൻ്റെ പോത്തുകളൊക്കെ അതിലിറങ്ങി അതൊക്കെ തിന്ന് ഒരുവിധം കഴിഞ്ഞു. ഇനി വേനൽക്കാലമാണ് വരണേ. പുല്ലിൻ്റെ അവസ്ഥ ഇനി എന്താവും അറിയില്ല. ഇത്രയും വലിയ പാടത്തെ പുല്ലൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു. കുറച്ചങ്ങോട്ട് നീങ്ങി കുറച്ച് പാടം കൂടി ഉണ്ട്. ഇത് ഒരുവിധമൊക്കെ കഴിഞ്ഞ കാരണം എന്താവും കഴിയോ എന്നൊന്നും അറിയില്ല. കുറേയൊക്കെ അവർ ചവിട്ടി നാശമാക്കും. നടന്ന് ചവിട്ടി നാശമാക്കിയിട്ട് കുറച്ച് കഴിക്കും. പിന്നെ അങ്ങനെ നടന്ന് ചവിട്ടി നാശമാക്കണ കാരണം പുല്ല് കുറേ നശിച്ച് പോവും. അറ്റം വരെ ഉണ്ട് പാടമൊക്കെ. ഇത് ഇന്നലെ മേയാൻ വിട്ടിരുന്നതാണ്. 2-3 സ്ഥലത്ത് നമ്മൾ മേയാൻ വിട്ടിരുന്നു. അപ്പോൾ ഒരു സ്ഥലമാണ് നമ്മൾ ഇവിടെ പുല്ലൊക്കെ. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പുല്ല് കുറഞ്ഞപ്പം മാർക്കറ്റിൽ നിന്ന് മൊത്തം കായത്തണ്ട് ലോഡ് ഇറക്കിയിട്ട് കായത്തണ്ട് എല്ലാവരും തരും. എല്ലാവരും ഞങ്ങൾ വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ പരിചയമുണ്ട്. അപ്പോൾ കായത്തണ്ട് എല്ലായിടത്തുനിന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത് ചെറുതായി വെട്ടി കൊടുക്കുമായിരുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടെ എണ്ണം കൂടുതലായതുകൊണ്ട് അത്രയും പേർക്ക് വെട്ടി കൊടുക്കാനും പറ്റില്ല. ചെറുതാക്കി വെട്ടി കൊടുക്കണം. കാരണം ഇനി മാർച്ച് വരെ അങ്ങനെ നിന്ന് പോകണമല്ലോ. ഇത് നവംബർ ആയിട്ടുള്ളൂ. പുല്ലിങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ഇഷ്ടംപോലെ പുല്ലുണ്ടായിരുന്ന സ്ഥലമാണ് ഇതേപോലെ ആയത്. അപ്പോൾ ഇനി ഈ പുല്ലൊക്കെ ഇനി അത്രയും ദിവസത്തോളം നിൽക്കുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. കഴിഞ്ഞാലും ഞങ്ങൾ വേറെ പ്രതിവിധി കണ്ടെത്തും. അത് വേറെ കാര്യം. ഇതല്ലെങ്കിൽ വേറെ കുറച്ചുകൂടെ നീങ്ങിയിട്ട് വേറെ സ്ഥലമുണ്ട്, അവിടേക്ക് കൊണ്ടുപോകും. ഇവിടെ നമുക്ക് എളുപ്പമായിരുന്നു. പാവൻ്റെ കുറച്ച് അടുത്തായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സ്ഥലം കൂടി ഉണ്ട്. മാർച്ച് വരെ എന്തായാലും നമുക്ക് പുല്ല് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വീടിനടുത്ത് പാടങ്ങളും ഇഷ്ടംപോലെ പുല്ലൊക്കെ ഉള്ളവർക്ക് സുഖമാണ്. ഇപ്പോൾ കുറച്ച് പശുക്കളായാലും കുറച്ച് ആടുകളായാലും കുറച്ച് പോത്തുകളായാലും നോക്കാനൊക്കെ കുഴപ്പമില്ല. നമുക്ക് ഇത്ര എണ്ണമുള്ള കാരണമാണ് ഒരുപാട് പുല്ല് വേണ്ടി വരുന്നത്. കുറച്ച് പേരുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ ധാരാളം മതി. പിന്നെ ഇന്നലെ ഞങ്ങൾ മേയാൻ വിട്ടിരുന്നപ്പോൾ കുറച്ച് പോത്തുകൾ ഇതേപോലെ ഇടയിൽ വെച്ച് കാണാതെ ഉച്ച സമയത്ത് ആ പയ്യൻ നീങ്ങിയ വഴിക്ക് കുറച്ച് നേരം ഒന്ന് നീങ്ങിയുള്ളൂ. ആ സമയത്ത് അവർ ആ പാടത്തുനിന്ന് വരിയായിട്ട് പോകും. ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവർ വേറെ വഴി കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ വരിയായിട്ട് പോകാൻ ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതൊക്കെ ഒരുമിച്ച് ഒരെണ്ണത്തിൻ്റെ പിന്നാലെ അവർ ആളെ കാണാണ്ട് വേറെ സ്ഥലത്തേക്ക് നടന്നു പോകണത്. അവരെവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങളും പിന്നാലെ പോയതാണ്. ഇവരൊക്കെ ഒരു പാടത്തുനിന്ന് റോഡ് വഴി കടന്നിട്ട് ഈ സൈഡിലേക്ക് എത്തിയവർ. ഇന്നലെ കാണാണ്ടായപ്പോൾ ഞങ്ങൾ ഓടി ടെൻഷൻ. ഇപ്പോൾ ആദ്യത്തെ പോലെ ടെൻഷനില്ല. അവർ ഏകദേശം എവിടേക്കൊക്കെ പോകണമെന്ന് നമുക്കറിയാം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ വരിയായിട്ട് ഇങ്ങനെ പോകണു. അവരൊക്കെ കൂടി ഈ പാടത്തേക്ക് ഇറങ്ങും. പോകുമ്പോൾ ഒരു 10-15 എണ്ണം ഒരുമിച്ച് അങ്ങോട്ട് പോവും. അവരിങ്ങനെ വരിയായിട്ട് അവർ ഒറ്റയ്ക്ക് ആളെ കണ്ടില്ലെങ്കിൽ നമ്മളൊരാളവിടെ നിൽക്കണ്ടെങ്കിൽ അവർ അവിടെ തന്നെ നിന്ന് തിന്നും. അവർ തലപ്പൊക്കെ ഇടയ്ക്ക് നോക്കി ആരും കാണില്ലെങ്കിൽ അവരിങ്ങനെ നടന്നു തുടങ്ങും. കുറച്ച് പേര് നടന്ന് റോഡും കടന്നിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ പോത്തിന് നോക്കുന്ന കുട്ടി അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി അവർ നിൽക്കണോടത്ത് കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇതിലെ പോയിട്ട് അന്വേഷിക്കും. ഇതിലെ പോയിട്ട് നമ്മൾ ഏകദേശം പോണ സ്ഥലം നമുക്കിപ്പോൾ അറിയാം. ആദ്യം അറിയണ്ടായിരുന്നില്ല. ആദ്യം കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും ടെൻഷൻ അടിച്ച് എല്ലായിടത്തും ഓടി നടക്കും. ഇപ്പോൾ നമുക്ക് ഏകദേശം അറിയാം അവരെവിടേക്കൊക്കെ പോകണമെന്നുള്ളത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ വഴിക്കാണ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവർ വരിയായിട്ട് ഒരു സ്ഥലത്തുനിന്ന് റോഡ് വഴി കടന്ന് വേറെ സ്ഥലത്തേക്ക് അവരെത്തി. നമ്മൾ മെയിനായിട്ട് പോത്തിനെ വളർത്തുന്നത് ക്രിസ്തുമസിനും പെരുന്നാളിനൊക്കെ കൊടുക്കാനാണ്. ഞങ്ങൾ ക്രിസ്തുമസിന് ഇതുവരെ കൊടുത്തിട്ടില്ല. പെരുന്നാളിനാണ് എല്ലാ വർഷവും കൊടുക്കാറ്. അപ്പോൾ ഈ സമയത്തൊക്കെ മേടിക്കണവരാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ളതിന് നന്നായി വലിപ്പമുള്ളതിനെ നോക്കി മേടിക്കണം. അല്ലെങ്കിൽ പെരുന്നാളിനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴും പെരുന്നാളിന് വിൽക്കാനായിട്ട് ആൾക്കാർ മേടിക്കാനായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തൊക്കെ. പക്ഷെ അവർ തീരെ കുഞ്ഞിതിന് വില കുറവൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതിനെ വാങ്ങിച്ചാൽ തന്നെയാണ് കുറച്ചെങ്കിലും പൈസ കൂടുതൽ കിട്ടുള്ളൂ. വല്ലാണ്ട് ഭയങ്കരമായിട്ട് ലാഭത്തിൽ കൂടുതൽ കിട്ടുമൊന്നുമില്ല ഇപ്പോൾ വാങ്ങിച്ചിട്ട്. പിന്നെ ഈ പാടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതും ഒരു 3-4 മാസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ പച്ചപ്പ് കാണുന്നത് ഈ പാടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഈ പാടം കണ്ടോ, അവരതൊക്കെ തിന്ന് അവിടുത്തെ പുല്ലും കഴിഞ്ഞു. അത് വേറെ സ്ഥലമായിരുന്നു. ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിലൊരു ആടുകളോ പശുക്കളോ ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്.
നമുക്ക് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ പാൽ കൊടുത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ഒരാളിനെ ആശ്രയിക്കാൻ പോകണ്ടല്ലോ, ഒരാളെ നിന്ന് കടം മേടിക്കാനും അധികം പോകണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ. പിന്നെ ആടുകളുണ്ടെങ്കിലും എപ്പോഴും പ്രസവിക്കും, പിന്നെ കുട്ടികളൊക്കെ കൊടുക്കാം. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും, നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴായിരിക്കും ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ചെറിയ ആട്ടുകുട്ടികളോ അല്ലെങ്കിൽ 5-6 ആടുകളൊക്കെ മേടിക്കുക. പോത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാങ്ങിച്ചാൽ തന്നെ കാര്യമുള്ളൂ. 1-2 നോക്കണതും 5 നോക്കണതൊക്കെ ഒരേപോലെ തന്നെയാണ് പോത്തുകൾ. അപ്പോൾ പശുവിനൊക്കെ നോക്കുകയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പശുവിനൊക്കെ വാങ്ങിച്ച് പാലൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ആടുകളായാലും നല്ലതാണ്. വീടിനടുത്തൊക്കെ പുല്ലുണ്ടെങ്കിൽ ഇപ്പോൾ ഭർത്താവൊക്കെ ജോലിക്കും എല്ലാവരും പോണതായിരിക്കും. അപ്പോൾ സ്ത്രീകൾ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് നമ്മൾ കുടുംബത്തിന് സപ്പോർട്ടായി എപ്പോഴും നിൽക്കേണ്ടത്. സ്ത്രീകൾക്കാണ് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്ത്രീകൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരുപാട് സ്ത്രീകളിപ്പോൾ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ. പല യൂട്യൂബറിൻ്റെ അടുത്ത് നോക്കി എത്ര സ്ത്രീകളപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ നടത്തണത്. അപ്പോൾ വീട്ടിലിരിക്കണവരൊന്നും ചെയ്യാത്തവരോ അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇഷ്ടംപോലെ ലോണുകളെടുത്ത് ഓരോരുത്തർ കൂട്ടുണ്ട്. അതിന് പകരം ആ ലോണൊക്കെ എടുക്കുമ്പോൾ ഒരെണ്ണം ഒരു വരുമാനത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ചെയ്യുക. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല വിചാരിക്കണ്ട, നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിചാരിച്ചിട്ട് ചെയ്യുക. നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 5-6 ആടുകളുണ്ടെങ്കിൽ അതൊക്കെ പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുട്ടികൾ വലുതാകുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അപ്പോൾ കൊടുക്കാമല്ലോ നമുക്ക്. അപ്പം എല്ലാവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കട്ടെ, എല്ലാവരുടെ പ്രശ്നങ്ങളും കുറയട്ടെ. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.